ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 26. ഇന്നൊരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഗോൾഡിലാണ്. ഗോൾഡിൽ ഞാൻ MCXലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രോക്കർ ഫയേഴ്സിൻ്റെ ബ്രോക്കറാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും MCXൽ, മൾട്ടി കമ്മോഡിറ്റി ഇൻഡെക്സിൽ. സോ ഞാനിവിടെ ഒരു ട്രേഡ് പുട്ട് ഓപ്ഷനിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു എൻട്രി ആദ്യം ഇവിടെ കൊടുക്കാം ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട്. ഓക്കെ, സോ റൈറ്റ് ലൊക്കേഷൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. സോ ഒരു ഓർഡർ ഞാനിവിടെ കൊടുക്കുവാണ്. ജസ്റ്റ് 1 ലോട്ട്. പ്യൂർലി ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്യൂർലി എഡ്യൂക്കേഷണൽ ട്രേഡിങ്ങിന് വേണ്ടി മാത്രം. സോ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് 1 ലോട്ട് ഗോൾഡ്. നിയർലി ക്യാപിറ്റൽ ആവശ്യമായിട്ട് വേണ്ടത് 13,000 രൂപ. ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ, അതായത് 137 സംതിങ്ങിലാണ് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 13,000 രൂപ. ഓക്കെ, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആൻഡ് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത്. ആൻഡ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് MCXലാണ് ഞാൻ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിൽ ഗോൾഡ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെ ട്രേഡ് ചെയ്യാമെന്നുള്ളത്. നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതേസമയം നമുക്ക് ലീഗലി ഇന്ത്യയിൽ നിന്നും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു റീസൺ കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ XAU USDയുടെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുവാണെങ്കിൽ വളരെ വലിയ ശക്തമായിട്ടുള്ളൊരു സെല്ലിങ് ഗോൾഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ മേ ബി പ്രോഫിറ്റ് ബുക്കിംഗ് സംതിങ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പുൾ ബാക്ക് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റും. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓരോ തവണയും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴും നിലവിൽ ഉള്ളത്. അപ്പം ഈ ഒരു ലൊക്കേഷനിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആ ഒരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്ത സമയത്താണ് എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പോൾ പ്യൂർലി ഒരു സ്കാൾപ്പിംഗ് ട്രേഡോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഹൈ. അപ്പോൾ അതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. സോ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് മേ ബി ഒരു US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, അതുകൂടാതെ ഇത് എൻ്റെ ഈ ഒരു ഗോൾഡിലെ ഓപ്ഷനിൽ ആദ്യത്തെ ട്രേഡാണ്. അതിനു മുമ്പ് ഞാൻ ഗോൾഡിൽ ട്രേഡ് ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കറിയാം, ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എനിക്ക് ഗോൾഡിലെ ട്രേഡ് അല്ലെങ്കിൽ ഗോൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ട്രേഡാണ് MCXൽ ഗോൾഡിൽ. ഓക്കെ, സോ നമുക്കിവിടെ ഗോൾഡിൻ്റെ ചാർട്ട് നമുക്ക് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടും. MCXൻ്റെ ചാർട്ട് നമുക്കിവിടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. ഇതാണ് MCXൻ്റെ ചാർട്ട്. ബട്ട് അവിടെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുന്ന സമയത്ത് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ചാർട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഫോറക്സ് ചാർട്ട് XAU USDയുടെ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ ബെറ്റർ ആ ഒരു ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ട് തന്നെയാണ് കുറച്ചുകൂടി ക്ലീൻ. നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. ട്രേഡ് നമുക്ക് നമ്മുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ട്, അതായത് ഫയേഴ്സിൽ നമുക്കുണ്ട്, ഏഞ്ചൽ വണ്ണിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ബ്രോക്കറിലും സെറോദയിലും നമുക്ക് കൊമോഡിറ്റി ട്രേഡിംഗ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഗോൾഡ് ചൂസ് ചെയ്യുക ആൻഡ് അതിൽ നമുക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ഗോൾഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് പൊതുവേ ലിക്വിഡിറ്റി കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാനിവിടെ ഓപ്ഷൻ ചെയ്യാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ട് നമ്പർ വരുന്ന ലെവൽസ് 85,000 86,000 ആ ഒരു റൗണ്ട് നമ്പർ വരുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം അതിലാണ് കൂടുതലും വോളിയം ഉണ്ടാകുന്നത്. റൈറ്റ്, നിങ്ങൾക്ക് വോളിയം ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ ചെയിനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വോളിയം ഏറ്റവും കൂടുതലുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ട് നമ്പർ സൈക്കോളജിക്കൽ ലെവൽസാണ്. അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള സ്ട്രൈക്ക് പ്രൈസൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഔട്ട് ഓഫ് ദ മണിയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള ഒരു സ്ട്രൈക്ക് പ്രൈസാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വോളിയമുള്ള സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ എനിവേ ഞാൻ എൻ്റെ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് മേ ബി ഒരു US മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നല്ല ഒരു മൊമെൻറ്റം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു പോയിന്റിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം മാർക്കറ്റ് ഇങ്ങനെ പമ്മി നിന്നു. അവസാനം ഒരു ബ്രേക്ക് ഡൗൺ മാർക്കറ്റിൽ തന്നിട്ടുണ്ട്. പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്ക് അവിടെ കാണാം. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു മൊമെൻറ്റം ഒരു ബ്രേക്ക് ഡൗൺ തന്നിരിക്കുന്നത്.
ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് റിസ്കി ആയിരുന്നു. മേ ബി ഹൈ വൊളാറ്റൈൽ മാർക്കറ്റ് മേ ബി എക്സ്പെക്റ്റ് ചെയ്യാം US മാർക്കറ്റിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ഞാനൊരു സ്റ്റോപ്പ് ലോസ് അവിടെ യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഇപ്പം നോക്കുവാണെങ്കിൽ ഗോൾഡ് ഏകദേശം ഈ ഒരു സ്വിങ് ലോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോവർ ലോ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ലൊരു നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. പ്രീമിയം നോക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രേഡിന് ഏകദേശം ഒരു 13,000 മാത്രമേ ഞാൻ 1 ലോട്ട് ബൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ ഏകദേശം ഒരു 2,500 അടുത്ത് പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ ഉള്ളത്. ഞാൻ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിയർലി എനിക്കൊരു 1:1.5 സംതിങ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കാം. മിനിമം ഒരു 1:2 1:3 കിട്ടുന്നത് വരെ ഞാൻ ആ ഒരു ട്രേഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് MCXൻ്റെ ചാർട്ടാണ്. ഐ മീൻ MCX എക്സ്ചേഞ്ചിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡ് ഇതിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വിഡ്രോവലും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഗോൾഡ് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. അതൊരിക്കലും എൻ്റെ ഒരു ഫിനാൻഷ്യൽ സൊല്യൂഷന് വേണ്ടിയല്ല. കാരണം നമുക്ക് അവിടെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റൈറ്റ്, ഞാൻ എപ്പോഴും പറയുന്നത് അതൊരു ഗ്രേ ഏരിയ ആണ് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വിഡ്രോവൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല, നമുക്കിപ്പം ക്രിപ്റ്റോയിൽ കറൻസിയിൽ USDTയിൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാം. ബട്ട് അത് പിന്നീട് INRലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ മേ ബി ചില ആൾക്കാർക്ക് വരാം. ഓക്കെ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പം ലീഗലി നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. ഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ MCX ചാർട്ടിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ 1 ലോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നൊരു നിയർലി, അപ്പോൾ ഇത് എക്സ്പയറി ഡേ അടുത്തായതുകൊണ്ടാണ് പ്രീമിയം കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ കുറച്ചധികം പ്രീമിയം വില കൂടുതലായിരിക്കും. അപ്പോൾ മിനിമം ഒരു 20,000 to 30,000 നമുക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വേണം 1 ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ സേഫാണ്. ഓക്കെ, സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ അഗെയിൻ നല്ല ഒരു ഡൗൺ സൈഡ് ഫാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പോൾ ഗോൾഡിൽ നല്ലൊരു ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആ ഒരു പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. നിയർലി ഒരു 8,000 എബോവ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, വളരെ ക്വിക്കായിട്ടുള്ളൊരു ഫാള്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു നല്ല രീതിയിലൊരു ഫാൾ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിയ സമയത്ത് ഞാൻ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. ആൻഡ് അഗെയിൻ എനിക്കൊന്നും ഇനിയും ഫാൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്തത് അതിൽ കൂടുതൽ എനിക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതും ജസ്റ്റ് 1 ലോട്ട് എടുത്തിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി വേറെ ട്രേഡ് ഇല്ല. ആൻഡ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് അവധിയായിരുന്നു. MCX 5 മണിക്ക് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ട്രേഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.